ലവ്ലീസ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സോ അങ്ങനെ പെരുന്നാളിൻ്റെ സീസൺ എല്ലാം കഴിഞ്ഞു. ഇപ്പം നമ്മൾ അമ്പലം ഉത്സവത്തിൻ്റെ സീസണിലേക്ക് വന്നേക്കാണ്. മീനിങ് സോ ടുഡേ വി ആർ അറ്റ് എറണാകുളം ശിവ ടെമ്പിൾ. സോ ഇന്ന് അവിടെ ഉത്സവമാണ്. അപ്പോൾ നമ്മൾ ഉത്സവം കൂടാനായിട്ട് വന്നേക്കാണ്. സോ ഇതിൽ കുറച്ച് നൊസ്റ്റാൾജിക് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ഡാഡി വാസ് ദെയർ, ഡാഡി എപ്പോഴും നമ്മൾ ശിവ അമ്പലത്തിൽ കൊണ്ടുവരും ജസ്റ്റ് ഫോർ ദാറ്റ് ലൈക്ക് ആനേനെ കാണാനും ആനപ്പുറത്ത് കയറ്റാനും ഒക്കെ മാത്രം കൊണ്ടുവരുന്നതാണ്. സോ അത് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. സോ ഇന്ന് നമ്മൾ തേനുവിനെയും കൊണ്ട് ഫോർ ദ ഫസ്റ്റ് ടൈം നമ്മൾ ആനേനെ കാണിക്കാൻ, അമ്പലത്തിലെ ആനേനെ കാണിക്കാൻ. സോ അമ്പലത്തിലെ ആന ആവുമ്പോൾ ലൈക്ക് ദിൽ ബി ഫുള്ളി ഡ്രസ്ഡ് അപ്പ്, മീനിങ് ഈ നെറ്റിപ്പട്ടം സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഓർണമെൻ്റലായിട്ടാണല്ലോ നിൽക്കുന്നത് ആന. സോ അപ്പോൾ ആനേനെ കണ്ടു. ആഫ്റ്റർ ദാറ്റ് അവിടെ വൈക്കം സുബ്ബലക്ഷ്മിയുടെ കച്ചേരി ഉണ്ടായിരുന്നു. സോ അത് കുറച്ച് നേരം നിന്ന് കേട്ടു. സോ ഐ വാസ് തിങ്കിങ് അബൌട്ട് ഡാഡി ദ ഹോൾ ടൈം, ബിക്കോസ് ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ അത് തീരുന്ന വരെ അവിടെ ഇരുന്ന് ആ പാട്ട് എൻജോയ് ചെയ്താണ്. ഡാഡിക്ക് ഇഷ്ടപ്പെട്ടുന്ന കച്ചേരി ആയിരുന്നു, കർണാട്ടിക് മ്യൂസിക് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ലവ്ലി. ഞാനും കുറേ നേരം നിന്ന് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ആൻഡ് നമ്മൾ അവിടെ അടുത്തൊരു ഫ്രൂട്ട്സ് വെക്കുന്നുണ്ടായിരുന്നു. സോ അത് നമ്മൾ മേടിച്ചു. സോ എൻ്റെ പുറകിലുള്ള കുങ്കുമ കുപ്പികൾ കണ്ടു. സോ ഒരു ഫൺ മെമ്മറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 4th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ എനിക്കൊരു ടീച്ചറുണ്ടായിരുന്നു കുങ്കുമൊക്കെ തൊട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ആ ടീച്ചറിനെ ഇനാക്റ്റീവ് ആയിരുന്നു എൻ്റെ വീട്ടിൽ വെച്ചിട്ട്. ഞാൻ ആ ടീച്ചറാന്നൊക്കെ പറഞ്ഞ് കുങ്കുമൊക്കെ തൊടുന്നതായിരുന്നു ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്ത് സില്ലിയാന്ന് തോന്നുക. അപ്പോൾ സോ അത് കഴിഞ്ഞ് നമ്മൾ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ വന്നു. നമ്മൾ ഗ്രൗണ്ടിലെ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേനു ഇച്ചിരിയുടെ മുകളിലിരുന്നാണ് അവളുടെ ഡാൻസ്. and അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്തുള്ള തന്തൂരിൽ പോയി, പതിവ് പോലെ തന്തൂരിൽ പോയി ഫുഡ് കഴിച്ചു നമ്മൾ വീട്ടിലേക്ക് പോയി. സോ ബൈ.